നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. ദൈവവിളികളാൽ സമ്പന്നമായ ഈ ഇടവക സമൂഹത്തിൽ നിന്ന് ഡീക്കൻ തോമസ് തേവർകാട് ഇന്ന് കർത്താവിൻ്റെ പൗരോഹിത്യ പട്ടകൂദാശ സ്വീകരിച്ച് അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കാളിയാവുകയാണ്. കൈനകരി വിശുദ്ധ ചാവറയച്ചൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ്. അഭിമന്യ കാളാശ്ശേരി പിതാവിൻ്റെ ജന്മസ്ഥലമാണ്. അനേകം പ്രശസ്തരായ വൈദികരും സിസ്റ്റേഴ്സും ജനിച്ച ഒരിടമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ വിസ്മയിക്കും, ഇപ്പോൾ തന്നെ വള്ളത്തേലോ ബോട്ടിലേലോ മാത്രം വരാൻ പറ്റുന്ന ഈ നാട്ടിൽ ഇവിടെയാണ് മഹാരഥന്മാരായ അനേകർ ജനിച്ചത്. ആ മതിപ്പൊക്കെ ഇന്നത്തെ കൈനകരിക്കാർക്ക് കൈനകരിയെക്കുറിച്ചുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ പ്രശസ്തമായ, വളരെയേറെ ദൈവാനുഗ്രഹമുള്ള ഒരു നാടാണ് ഈ ഒരു പ്രദേശം. അവിടെ നിന്ന് നമുക്കൊരു വൈദികനെ കൂടെ ലഭിക്കുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ഡീക്കൻ തോമസിൻ്റെ മാതാപിതാക്കൾ വക്കച്ചനും ബിന്ദുവും, സഹോദരങ്ങളായ അലക്സും ജോസഫും മരിയയും, അവരുടെ എല്ലാവരുടെയും വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. 93 വയസ്സുകാരി വല്യമ്മച്ചിയും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കുരിയാളശ്ശേരി കുടുംബത്തിലെ ഇളം തലമുറയാണ് ഈ അമ്മച്ചി. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു, ഇടവകയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. സഭാസമൂഹം മുഴുവൻ ഒരു വൈദികൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, ദൈവവിളികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. അത് ഒരു വലിയൊരു ദിവ്യരഹസ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരാൾ വിളിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വിശ്വാസത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹവും വിശ്വാസം ജീവിക്കുന്ന ഒരു കുടുംബവുമൊക്കെയാണ്. ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസ ജീവിതവും കുടുംബം എത്രമാത്രം വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതുമെല്ലാം ഒരു വ്യക്തിയുടെ ദൈവവിളിയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെയും കുടുംബങ്ങളിൽ വിശ്വാസം കുറയുന്നതനുസരിച്ച് ദൈവവിളികൾ കുറയാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ സന്യസ്ത ദൈവവിളികളൊക്കെ കുറയുമ്പോൾ ആ വിശ്വാസ കുറവിൻ്റെ തുടക്കമായിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതെന്തേരം പോകും നമുക്കറിയില്ല. പക്ഷെ കർത്താവ് നമുക്ക് പൗരോഹിത്യത്തിൻ്റെ കുറവ് വരുത്തുന്നില്ല എന്നുള്ളതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 15 നവവൈദികരെയാണ് അതിരൂപതയ്ക്ക് ഈ വർഷം തമ്പുരാൻ നൽകിയത്. 517 പേരുള്ള ഒരു വലിയ വൈദിക സമൂഹമായിട്ട് നമ്മുടെ അതിരൂപത മാറുകയുമാണ്. നമുക്കതിലൊക്കെ ദൈവത്തിന് നന്ദി പറയാം. ഡീക്കൻ തോമസിനെയും ഈ വർഷങ്ങളിലെല്ലാം പരിശീലിപ്പിച്ച എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കാം. അദ്ദേഹം +2 പഠനമൊക്കെ കഴിഞ്ഞാണ് കുറിച്ചി മൈനർ സെമിനാരിയിൽ ചേരുന്നത്. പിന്നീട് നിരണത്ത് 1 വർഷത്തെ പരിശീലനം നേടി. ആലുവ സെമിനറിയിൽ ഫിലോസഫി പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSW പഠിക്കാനായിട്ട് പോയി. പിന്നീട് കോട്ടയം വടവാതൂർ സെമിനറിയിൽ ദൈവശാസ്ത്ര പരിശീലനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ പരിശീലിപ്പിച്ച എല്ലാവരെയും ഒത്തിരി നന്ദിയോടുകൂടി പ്രാർത്ഥനാപൂർവം ഓർക്കാം. ശിഷ്യന്മാരെ കർത്താവ് അധികാരപ്പെടുത്തി വിവിധ ശുശ്രൂഷകളിലേക്ക് നയിക്കുന്നതാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഏതൊരു വിളിയും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക സ്ഥാനം ഒരാൾക്ക് കൊടുക്കാനായിട്ട് കർത്താവ് ആരെയും വിളിക്കുന്നില്ല. ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഈ ശിഷ്യന്മാരെല്ലാം ഒരു കാര്യത്തിൽ എല്ലാവരും ഐക്യമുള്ളവരാണ്. ഏതാ? പേടിയുടെ കാര്യത്തിൽ. എല്ലാം പേടിത്തൊണ്ടന്മാരാണ്. കർത്താവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോയപ്പം സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്ന 12 പേരും അവനെ വിട്ട് ഓടിപ്പോയെന്നാണ്.
നല്ല ഫസ്റ്റ് പാർട്ടികളെയാണ് 3 വർഷം കർത്താവ് കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ച്. പരിശീലനം എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറായപ്പോൾ 12 എണ്ണത്തെയും കാണുന്നില്ല, എല്ലാം ഓടിപ്പോയി. പിന്നെ പത്രോസ് അകലെയായി അനുഗമിച്ച കാര്യം, ഒറ്റിക്കൊടുത്ത യൂദാസ്. ഈ പാർട്ടികളെയൊക്കെ വെച്ചാണ് കർത്താവ് ഈ 2.6 കോടിയിലേക്ക് 260 കോടിയിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. എന്നല്ലേ ഇന്ന് 2.6 ബില്യൺ ആൾക്കാരാണ് ക്രൈസ്തവർ. അപ്പൊ ഈ 12 പേരിൽ നിന്നാണ് തുടക്കം. ഈ 12 പേരും പേടിത്തൊണ്ടന്മാരാണ്, ധൈര്യമില്ലാത്തവരാണ്. എന്നാൽ അവർക്ക് പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ വ്യത്യാസം എന്താണ്? ധൈര്യമുള്ളവരായിട്ട് അവർ മാറി. അവർ കർത്താവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ പേര് പറയാൻ പേടിച്ച് ആൾക്കാരെ ഭയന്ന് കർത്താവിൻ്റെ മരണത്തിന് ശേഷം എങ്ങാണ്ട് ഒളിച്ചു പാത്തിരുന്ന പാർട്ടികളാണ് ആ സഹിയോൻ ഊട്ടുശാലയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവരെല്ലാം ധൈര്യമുള്ളവരായിട്ട് മാറി. അവർ പുറത്തിറങ്ങി, അവർ ഈശോയെ ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനായിട്ട് ആരംഭിച്ചു. നമ്മുടെ ഡീക്കൻ തോമസിനും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രത്യേകമായിട്ട് കിട്ടുകയാണ്. നമുക്കെല്ലാം മാമോദീസായിൽ കിട്ടിയതാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മാത്രമൊന്നുമല്ല, മാമോദീസായിൽ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും പ്രത്യേകമായ ഒരു അടയാളമായിട്ട് മാറേണ്ടത് എന്താണ്? ധൈര്യപൂർവ്വം ഈശോയെ പ്രഘോഷിക്കും. നമ്മുടെ ഒരു ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും വലിയ ഒരു കുറവ്, അവൻ്റെ ഏറ്റവും വലിയൊരു ദാരിദ്ര്യം ഈ ധൈര്യമില്ലായ്മയാണ്, ഭീരുത്വമാണ്, പേടിച്ചിരിക്കുക. ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ മിഷണറിമാരെ ഇവർ പേടിപ്പിക്കുക. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് നമ്മൾ പുൽക്കൂട് കെട്ടുന്നതിന് വരെ വന്ന് ഉപദ്രവിച്ചെന്ന് പറയുന്നത് കേട്ടു. നമ്മൾ പുൽക്കൂട് കെട്ടിയെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ എന്താ സംഭവിക്കാനാണ്? ഒന്ന് പേടിപ്പിച്ച് നോക്കുക. യുവമാർ പേടിപ്പിച്ചാൽ പോവോ? തിരിച്ചു പോവോ? അതാണ് കാരണം. ഈ സുവിശേഷത്തെ ഭയപ്പെടുന്നുണ്ട് ലോകം. സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടാൽ അവിടെ മനുഷ്യനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവിടെ ലോകത്ത് വലിയ രൂപാന്തരം ഉണ്ടാവും. അതുണ്ടാകാൻ പാടില്ല. അവിടെ സുവിശേഷത്തെ ഭയപ്പെടുന്നവൻ എന്നും സുവിശേഷം പറയുന്നവരെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കും. അത് കേരളത്തിലാണെങ്കിലും ഉണ്ട്. അത് നേരിട്ടല്ലെന്നേ ഉള്ളൂ. ശാരീരികമായ ആക്രമണം ഇച്ചിരി കുറവാണ്, നമ്മൾ ഇച്ചിരി ആൾ കൂടുതലുള്ളതുകൊണ്ട്. പക്ഷെ മാനസികമായിട്ട് നമ്മളെ തളർത്താനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ധീരതയോടെ ഇതിനെ നേരിടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് നമ്മുടെ 2 സിസ്റ്റേഴ്സിനെ കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ അവർ ജയിലിലൊക്കെ അടച്ചു. ഇഷ്ടംപോലെ പെന്തക്കോസ്ത് പാസ്റ്റർമാരെല്ലാം ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. പാവങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ ആരും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ജയിലിൽ നിന്ന് ഇറങ്ങി ധൈര്യപൂർവ്വം വീണ്ടും സുവിശേഷവും പറയുന്നുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സിനെ ജയിലിൽ പിടിച്ചിട്ടു. നമ്മൾ ഒത്തിരി പരിശ്രമിച്ചാണ് അവരെ ഒന്ന് ഇറക്കിയത്. അവരുടെ പേരിലുള്ള കേസ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ആരെയെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ അവനെ ഭയപ്പെടുത്തുക. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിനെയും ഭയപ്പെടരുത്. ശരീരത്തെ കൊല്ലാൻ മാത്രം സാധിക്കുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കുന്നവനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ജോഷുവായ്ക്ക് കർത്താവ് കൊടുക്കുന്ന സന്ദേശമുണ്ടല്ലോ, 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ. നീ ഭയപ്പെട്ടാ പിന്നെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഭയപ്പെട്ട് ജീവിക്കുന്നവനിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. ധൈര്യമുള്ളവനിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഭയപ്പെടരുത്. 2 തിമോത്തേയോസ് 1:7 പൗലോസ് ലീഹ മെത്രാനായ തിമോത്തേയോസിനെ ഉപദേശിക്കുന്നുണ്ട്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മളൊക്കെ വീടുകളിൽ എഴുതി വെക്കേണ്ട ഒരു വചനഭാഗമാണിത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ധീരതയുടെ ആത്മാവിനെയാണ്, ശക്തിയുടെ ആത്മാവിനെയാണ്. കുട്ടനാട്ടുകാരൊക്കെ നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു. എന്നോടൊരാൾ പറഞ്ഞു, കുട്ടനാട്ടുകാർക്ക് ധൈര്യം വന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, പണ്ട് കാലത്ത്
ഇവിടെ ഒറ്റത്തടി പാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കത് സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു തെങ്ങ് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഇട്ടേക്കും. നമ്മൾ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും, ഇതേ കൂടെ എങ്ങനെ നടന്ന് അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോഴാണ് കുട്ടനാട്ടുകാർ പിള്ളേർ അതുവഴി ഡാൻസ് കളിച്ച് നടക്കുകയാണ് ഈ ഒറ്റത്തടി പാലത്തെ കൂടെ. അവനൊരു പേടിയില്ല. വെള്ളത്തിൽ വീണാലും അവൻ 2 കൈയും കാലും ഒക്കെ അടിച്ച് അവൻ കരയ്ക്ക് കയറുന്നതാണ്. ബാക്കിയുള്ളവൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എത്ര നന്മ പറഞ്ഞ ഓർമ്മയെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ അന്നത്തെ കാലത്തൊക്കെ ഒറ്റത്തടി പാലത്തെ കയറി. ശകലമേ ഉള്ളൂ, എന്നാലും എന്തേലും പേടിച്ചാണ് നടന്നിട്ടുള്ളത്. കുട്ടനാട്ടുകാർക്ക് പേടിയില്ലായിരുന്നു. ഇപ്പോഴത്തെ പാർട്ടികളുടെ കാര്യമല്ല ഞാനീ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ നിങ്ങൾക്ക് നീന്താനും അറിയില്ല. വെള്ളം കണ്ടാൽ ഉടനെ ഭൂമിയെല്ലാം വിറ്റ് കിഴക്ക് പോയി 5 സെൻറ്റ് ഭൂമി മേടിക്കുന്ന പാർട്ടികളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗവും. ഇവിടെ ഇരിക്കുന്ന പലരെയും കണ്ടിട്ട് കുട്ടനാട്ടുകാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെങ്ങും താമസിക്കുന്നവരാണെന്ന് എനിക്കൊരു ചിന്തയില്ല. നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന വെള്ളത്തെ പേടിയില്ല. വെള്ളം പൊങ്ങിയാണൊന്നും പേടിയൊന്നുമില്ല. വെള്ളപ്പൊക്കത്തിലൊന്നും കുട്ടനാട്ടുകാർ മരിച്ചതായിട്ടൊന്നും നമ്മൾ പത്രത്തിൽ പോലും വായിക്കുകയില്ല. വല്ല ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിച്ചു കാണും. പക്ഷെ വെള്ളത്തിൽ പൊങ്ങി മരിക്കാൻ സാധ്യതയില്ല. കാരണം അവന് നീന്തലറിയാം. പ്രതികൂലങ്ങളോട് പടപൊരുതി ജയിച്ച ഒരു ചരിത്രം കുട്ടനാട്ടുകാർക്കുണ്ടായിരുന്നു. നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് എത്രയോ മേഖലകളിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നവർ ഇവിടെ നിന്നുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും പിടികൂടി വെള്ളം പൊങ്ങി മക്കളെ നമുക്ക് വിട്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പാർട്ടികളാണ് ഇപ്പോൾ കൂടുതൽ. ഏതായാലും നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്നവന്, കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നവന് കിട്ടുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ധീരതയോടുകൂടി ജീവിക്കാൻ സാധിക്കുക. 27-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നമ്മളൊക്കെ ആവർത്തിക്കേണ്ട ഒരു വാക്യമാണ്, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. കർത്തൃ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഒരുവൻ്റെ മുദ്രാവാക്യം അതാണ്. ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? കാരണം കർത്താവിൻ്റെ ശക്തിയാണ്, എൻ്റെ പ്രകാശമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 കർത്താവ് പറയുന്നുണ്ടല്ലോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ശാന്തരായി ഇരിക്കണം കേട്ടോ, ഓടിപ്പോകരുത്. ശാന്തരായി അവിടെയൊക്കെ തന്നെ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യണം, ഓടിപ്പോകരുത്. അങ്ങനെ അവിടെ ആയിരുന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ധൈര്യം നമുക്ക് ചോർന്നു പോകുന്നു. ക്രിസ്ത്യാനിക്ക് ആധുനിക ലോകത്ത് ധൈര്യം ചോർന്നു പോകുന്നു. ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ നാണക്കേടുള്ള, ഈശോ മിശിഹ രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ ലജ്ജയുള്ള ഒരു തലമുറ വളർന്നു വരുന്നു. പുറത്തുപോയ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അന്തസ്സോടെ പറയാൻ നാണിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ വിചാരിച്ചേക്കരുത് കുർബാന പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നുമല്ല. കർത്താവ് ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ ലജ്ജിക്കുന്ന, ഭയപ്പെടുന്ന ഒരു വിഭാഗം, ഒരു വലിയ ജനത വളർന്നു വരുന്നു. അതിനകത്ത് വൈദികരുമുണ്ട്, സന്യസ്തരുമുണ്ട്, ആത്മായ വിശ്വാസികളുമുണ്ട്, എല്ലാവരും ഉണ്ട്. മെത്രാന്മാരെ കൂടെ കൂട്ടിക്കും. കർത്താവ് ഈശോ മിശിഹ ഏകരക്ഷകനാണെന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ ഭയമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും തകർച്ചയുടെ ആരംഭവും. ധീരതയോടെ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇപ്പോഴും അനേകർ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കാൻ. ഞാൻ ഈ അടുത്ത നാളിൽ ഒറീസയിലെ ചില ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ പോയി. അവരെക്കുറിച്ച് അച്ഛന്മാർ എന്നോട് പറഞ്ഞു, പിതാവേ, ഇവരെ ഒരു പ്രാവശ്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവരെ കൊന്നാലും അവർ കർത്താവിനെ വിട്ടുപോകുകയല്ല. അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് മരണമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അവരാ ദൈവത്തെ ഉപേക്ഷിക്കാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല ധൈര്യമുള്ള മനുഷ്യരാണ്. അവർ സാക്ഷ്യപ്പെടുത്തും. അവരെ ആർക്കും തോൽപ്പിക്കാനായിട്ടാവില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങുന്ന, ഭയപ്പെട്ട് സ്വന്തം സുരക്ഷിതത്വങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു വൈദികനാവാതെ ധീരതയോടെ സ്വയം നഷ്ടപ്പെടുത്തി കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ ധൈര്യമുള്ള ഒരു വൈദികനായി
സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കാൻ ധൈര്യമുള്ള ഒരു വൈദികനായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ട് ഈ ചടങ്ങിനായിട്ട് ഒരുങ്ങിയ കൈനഗിരി ഇടവകയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും എല്ലാം അഭിനന്ദിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.